ആവേശം അലതല്ലിയ മഹിളാ റാലിയുടെ അകമ്പടിയോടെ വടകര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉപഭരണാധികാരി കൂടിയായ RDO P. അൻവർ സാദത്ത് മുൻപാകെയാണ് ഉച്ചക്ക് 12 മണിയോടെ ഷാഫി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നമ്മുടെ എല്ലാ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യവും നമുക്കുള്ളപ്പോഴും ഇവിടെ നിൽക്കുന്ന ഈ പൊരിവെയിലത്ത് തിങ്ങി നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഒരു പ്രസംഗം നടത്തിക്കൊണ്ട് കുട്ടികളുടെ മുമ്പിലിരിക്കുന്ന ഈ സ്ത്രീകളാണ് ഈ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ വിജയത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഒന്നിച്ചൊന്നായി അണിനിരക്കുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ മറ്റു നിയോജക മണ്ഡലങ്ങളിലൊക്കെ വ്യത്യസ്തമായി വടകരയിൽ മികച്ച രമേശിയും സുഹാമ്പാട് നേരത്തെ പ്രസംഗിച്ചതൊക്കെ പോലെ നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യം പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പ്രഗത്ഭരായ ഒരു സാരഥി വടകര നമ്മുടെ സ്വന്തം ഷാഫി നമ്മളുടെ ഹൃദയങ്ങളിൽ നെഞ്ചേറ്റിയ നമ്മുടെ ഷാഫിയെ ഇന്ത്യ തിരിച്ചു വരാൻ ഓരോ വോട്ടും നമ്മുടെ ഷാഫി പറമ്പിൽ. വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും നൂറുകണക്കിന് UDF RMB വനിതാ പ്രവർത്തകരുടെ കരുത്തോടെയാണ് ഷാഫി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ RDO ഓഫീസിലെത്തിയത്. ഞാൻ പറയുന്നു, ഈ നാടിന്റെ മതേതര മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ ദിവസം ചില പ്രചരണങ്ങളൊക്കെ കണ്ടു. ഞാൻ ഒരു മതേതരത്തിൽ വിശ്വസിക്കാത്ത പ്രസ്ഥാനത്തോടും വോട്ട് ചോദിച്ച് ഞാൻ പോയിട്ടില്ല, ഞാൻ പോവാനും ഉദ്ദേശിക്കുന്നില്ല. ഒന്നല്ല, 1000 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും തികഞ്ഞ മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച് തെരഞ്ഞെടുപ്പിൽ പോരാടാൻ തന്നെയാണ് എന്റെ രാഷ്ട്രീയം, എന്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. UDF RMB നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KK രമ MLA, അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ, KM അജിത്, N. വേണു, പാറക്കൽ അബ്ദുള്ള, K. ബാലനാരായണൻ, അഹമ്മദ് പുന്നക്കൽ, അച്ചു ഉമ്മൻ, TT ഇസ്മായിൽ, VA നാരായണൻ, അഡ്വക്കേറ്റ് I. മൂസ, PN ചന്ദ്രൻ, പ്രദീപ് ചോമ്പാല, PM ജോർജ്, മനോജ് ആവള, സജീവ് മാറോളി തുടങ്ങിയവരും സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ടായിരുന്നു. വളരെ വളരെ ചെറുതായി മാത്രം നടന്നു നീങ്ങുക, വളരെ ചെറുതായി മാത്രം നടന്നു നീങ്ങുക, വളരെ ചെറുതായി നടന്നു തുടങ്ങുക, വെറുതെ വളരെ ചെറുതായി. ബാനർ പിടിച്ചിരിക്കുന്ന ആളുകൾ വളരെ ചെറുതായി. Okay.
സമഗ്ര ന്യൂസ് വടകര.